മുഖത്ത് മോക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണ? ഇങ്ങനെ മാന്താൻ നോക്കും, ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ, പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഖത്ത് മോക്കുരു വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയും വേഗം പൊട്ടിച്ച് കളയാനായിട്ട് ശ്രമിക്കും. എന്നാൽ മുഖത്ത് കുരുക്കൾ വന്നു കഴിഞ്ഞാൽ വിരൽ കൊണ്ട് തൊടാൻ പാടില്ല. പലവിധ അപകടങ്ങളുണ്ട്, പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമ്മൾ വിരൽ കൊണ്ട് അതിനെ ഞെക്കി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞെക്കുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് ഇതിനകത്തുള്ള നീർക്കെട്ട് ബാധിക്കുകയും അതിന് ചുറ്റുമുള്ള കോശങ്ങൾ കറുത്തു പോകുന്നതിനും മോക്കുരു വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ കറുത്ത കുഴിയായിട്ട് മാറുന്നതിന് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, ഇതിനകത്തുള്ള ബാക്ടീരിയകൾ നിങ്ങൾ ഞെക്കുന്ന സമയത്ത് ചുറ്റും പടരുന്നതിനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പണിംഗ് വരുന്ന വലിയ കാർബണുകളായിട്ട്, അതായത് ഒരു വലിയ ഒരു മുറിവ് പോലെ ഈ മോക്കുരു ഫോം ചെയ്യുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നത്ര മുഖത്ത് വിരലുകൊണ്ട് തൊടാതിരിക്കുക. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. പലപ്പോഴും നിങ്ങൾ വിരലുകൊണ്ട് ഇങ്ങനെ ചുരണ്ടി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തുള്ള കോശങ്ങളിൽ ബാക്ടീരിയ വന്ന് മൾട്ടിപ്പിൾ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് മുഖത്ത് വരുന്നതിനും അല്ലെങ്കിൽ മുഖത്ത് സ്ഥിരമായിട്ട് ഇതിന്റെ പാട് നിൽക്കുന്നതിനും ഡ്രൈനെസ് വരുന്നതിനും ഉള്ള സൗന്ദര്യം പോകുന്നതിന് കാരണമാകുകയും ചെയ്യും. മോക്കുരു വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ടായിരിക്കാം. നന്നായിട്ട് വ്യായാമം ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക. പലപ്പോഴും മധുരം കൂടുതലുള്ള ഭക്ഷണം കൂടുതലായിട്ട് എടുക്കുമ്പോഴാണ് മോക്കുരു വരുന്നത്. അതുകൊണ്ട് എണ്ണ പലഹാരം, ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, പേസ്ട്രി പോലുള്ള ഒഴിവാക്കുക, ജ്യൂസ് ഐറ്റംസ് ഒഴിവാക്കുക, പച്ചക്കറി ഇലക്കറി കൂടുതൽ കഴിക്കുക. മുഖം ദിവസത്തിൽ ഒരു നേരം വെറും വെള്ളം വെച്ച് കഴുകി തുടച്ച് ഒരു മോയ്സ്ചറൈസർ പുരട്ടിയിരിക്കുക. ഇത് മതി മോക്കുരു മാറാനായിട്ട്. ആവശ്യമില്ലാതെ മുഖത്ത് വിരൽ കൊണ്ടോ നഖം കൊണ്ടോ തൊടരുത്.